നമ്പ്യാരുടെ സഹോദരിയുടെ മകളാണ് കുട്ടി അല്ലേ? അതെ. അപ്പോ ആദ്യം ഉണ്ടായിരുന്ന ബന്ധത്തിലെ പാർട്ടി മിശ്രനായിരുന്നോ സ്വജാതിയായിരുന്നോ? ജാതി 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 സ്വന്തം തന്നെ. ഞാൻ പറഞ്ഞില്ലേ ചാണ്ടിച്ചായ, ബന്ധം എന്ന് പറയാനൊന്നുമില്ല. ഒരു 4 ദിവസമേ അവന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. രജിസ്റ്റർ മാരേജ് നടക്കുന്നതിന് മുമ്പ് കുട്ടിയെ ഞങ്ങളെ കൊണ്ടുപോന്നു. വേണ്ട, ഒളിക്കണ്ട. വക്കീലിനോടും ഡോക്ടറോടും ദല്ലാളിനോടും ഒന്നും ഒളിച്ചു വെക്കരുതെന്നാണ് പ്രമാണം. 4 ദിവസമല്ല 4 നിമിഷമായാലും പെണ്ണൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നത് തന്നെ ഒരു ബ്ലാക്ക് മാർക്കാ. ഞാൻ ഇത്രയും ചീപ്പ് ഐറ്റംസ് എടുക്കാറില്ല. പിന്നെ നമ്പ്യാരുടെ കേസ് ആയതുകൊണ്ട് ലിസ്റ്റ് കയറ്റുന്നു. ഓക്കെ, പണം മോഹിച്ചല്ലേ? ഇക്കാര്യം ചെറുക്കന്റെ പാർട്ടിക്കാരറിഞ്ഞ എന്റെ കഞ്ഞി പാറ്റ വീഴും. പാർട്ടി പണക്കാരായതുകൊണ്ട് പാറ്റയെ കിട്ടിയില്ലേ പട്ടിയെ തല്ലിക്കൊന്ന് കഞ്ഞിയിലിട്ട് ഇളക്കും. അറിയാവോ? കാര്യങ്ങളുടെ ശരിയായ കിടപ്പ് മനസ്സിലാക്കിയാലേ ചേരുന്ന ഒരു കൊളുത്തിനി കൊണ്ടുവരാൻ പറ്റൂ. സാധാരണ ഒരു വിവാഹം നടത്തും പോലെ അല്ലിത്. സ്വപ്പം അശല കുശലയാണ് നമ്പ്യാരെ. എന്തായാലും കുഴപ്പം വരാത്ത ഒരു ബന്ധം ചാണ്ടിച്ചായം കൊണ്ടു തരണം. അത് ചാണ്ടിച്ചായ മനസ്സ് വെച്ചാലേ നടക്കൂ. 10 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു കേസിന് മനസ്സ് വെച്ചതാ ഇപ്പൊ എന്റെ പെണ്ണും പിള്ളയായിട്ട് വീട്ടിലിരിക്കുന്നത്. അതോടെ ഞാൻ ഈ ഏറിയയിലെ ബിസിനസ് അങ്ങ് നിർത്തി. നഷ്ടം. നാളെ എന്റെ അസിസ്റ്റന്റ് വരും. അവന്റെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും തലക്കുറിയും കൊടുത്തയക്കണം. സപ്പോസ് വന്നില്ലെങ്കിൽ എന്റെ ഇവിടുത്തെ AC ബ്രാഞ്ച് ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ? ഇതിരിക്കട്ടെ. ഇതൊക്കെ വഴിയേ മതിയായിരുന്നല്ലോ. ഇറങ്ങട്ടെ. കഴിയുന്നതും വേഗം ഒന്ന് നടത്തി തരണം. ചാണ്ടിച്ചായ കാറി കൊണ്ടുവിടാൻ പറ. പറ്റപ്പള്ളിയിൽ അവസരപ്പെട്ട പുറത്ത് കാത്തിൽപ്പുണ്ട്. എന്താ പറയണ്ടേ? ഇനിയും കാശിനായിരിക്കും നാശം. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. മുതലാളി ഇവിടെ ഇല്ല. ഔസേപ്പേട്ട, ഇത് ഞാനാ, ചാണ്ടിക്കുഞ്ഞ്. പടിയിറ്റല്ലേ റാഹേലിന്റെ മോനാ. ഷടാ, നീ ഇതങ്ങ് മാറിപ്പോയല്ലോ. കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇവിടെ അങ്ങ് ഇല്ലേ? എന്നതാ നിന്റെ പണി? ആൾ കേരള കപ്പിൾ കോംപ്ലക്സിന്റെ MD ആണ് ഞാൻ. ഔസേപ്പേട്ടൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. തടിയൊന്നും പണ്ടത്തെ പകുതിയില്ല. എന്തുവാ ഇത്? തടി മാത്രല്ലടാ ചാണ്ടി, പഴയ പോലെ ഇപ്പൊ ഒന്നുമില്ല. പിന്നെ നമുക്ക് എവിടെങ്കിലും പോലും സ്വസ്ഥമായിട്ട് സംസാരിക്കാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ, എന്റെ വളർച്ചയെ കുറിച്ച്. ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര വെച്ചാ ഞാനൊന്ന് പച്ച പിടിച്ചത്. പിന്നെ ഇങ്ങോട്ടിങ്ങ് പോന്നു. ഈ ബിസിനസ് തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. ചിട്ടിക്കമ്പനി പൊളിഞ്ഞതിന്റെ തൊട്ട വയനാട്ട് വെച്ച് ലോറി മറിഞ്ഞ് 2 ആൾ തീർന്നത്. അതിന്റെ കേസ് ഒതുക്കാൻ ചെലവായ കാശിന് കണക്കില്ല. ഇപ്പൊ പിന്നെ ആ ടയറിന്റെ ഏർപ്പാടുള്ളത് കൊണ്ട് ആഷ്ടിപിഷ്ടി കഴിഞ്ഞു കൂടുന്നു. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും. ഇനിയും ഉണ്ടല്ലോ ഒരു കയറ്റം. ജോർജ് കുട്ടി അവൻ മിടുക്കന. പഠിത്തം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാറായില്ലേ? ഒക്കെ ശരിയാവും. കർത്താവിന് നിരക്കാത്ത നേരും നെറിയും കെട്ട് ജീവിച്ച ആളല്ലല്ലോ ഔസേപ്പേട്ടൻ. പഠിപ്പും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ജോലിയും കൊണ്ടാരും കാത്തു നിൽക്കണില്ലല്ലോ. 10 പുത്തൻ കയ്യിലുണ്ടെങ്കിൽ ജോലിക്കാണോ ഇവിടെ പ്രയാസം? ക്വാളിഫിക്കേഷൻ ആർക്ക് വേണം? പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല. പണമില്ലാത്തവൻ പിണമാണ് ഔസേപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. വലിയൊരു സംഖ്യ വേണ്ടോ എനിക്ക് നേരെ ചൊവ്വെന്ന് ശ്വാസം വിടാൻ? അത് പോട്ടെ. നീ വലിയിടത്തെ കല്യാണങ്ങൾ മാത്രമേ നടത്താറുള്ളൂ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്റെ വീട്ടിലുണ്ട് പ്രായമായ പെൺപിള്ളേരെ. നീയാകുമ്പോ സ്വന്തം കാര്യം പോലെ നോക്കി നടത്തി തരുമല്ലോ എന്ന് കരുതിയാ. അതിനെപ്പറ്റി ഔസേപ്പേട്ടൻ പേടിക്കണ്ടെന്നേ. ഞാൻ നമ്പ്യാരെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ പോയതാ. അങ്ങേരെ അവിടെ ഇല്ല. അങ്ങേരെ അവിടെ ഉണ്ട്. കാണാൻ സാധിക്കില്ലെന്ന് എന്റെ മുമ്പിൽ വെച്ചാ പറഞ്ഞേ. അവസാന വഴിയായിരുന്നത്, അത് പറഞ്ഞു. ഒന്നടയുമ്പോ മറ്റൊന്ന് തുറക്കും. കർത്താവ് പറഞ്ഞിട്ടില്ലയോ, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന്? ഇത് വാങ്ങണം, ഇത് വാങ്ങണം. ഞാനില്ലേ തരുന്നേ? ചാണ്ടിയല്ലോ തരുന്നേ, വാങ്ങണം. നിനക്കിത് തിരികെ തരണമെങ്കിൽ ഞാൻ ചോദിച്ചില്ലല്ലോ. ഇന്നും വയറ് വിശക്കുമ്പോ ഞാൻ ഔസേപ്പേട്ടനെ ഓർക്കും. ഒരുപാട് ചോറ് ഞാൻ അവിടെ തിന്നിട്ടുള്ളതാ. ഈ ഇരിക്കുന്ന എല്ലാ അലവലാദികൾക്കും ഇനിയുള്ള കാലം മുഴുവൻ സ്കോച്ച് മാത്രം കുടിക്കാൻ വകുപ്പുണ്ടാകണമെന്ന് ഉടയതമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതാ ശുദ്ധമായ പ്രോലിറ്റേറിയൻ ഡ്രിങ്ക്, അതായത് സാക്ഷാൽ നാടൻ വാറ്റ്, നിങ്ങൾക്കായി വീണ്ടും വീണ്ടും പകരുന്നു. കുടിക്കുവിൻ. ചോട്ടി 2 അടിച്ചപ്പോഴേ നീ ഫിറ്റാകും. പിടിയടാ മോന്ത്.
4-5 കൊല്ലത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ജീവിക്കാൻ തുടങ്ങാൻ പോവാ. ജീവിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അന്തസ്സായിരിക്കണം. അതിന് അന്തസ്സുള്ളൊരു ജോലി വേണം. ജോലി എന്നൊക്കെ പറയുമ്പോഴേ ഈ കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തുള്ള ചരപ്പൊന്നും പോരാ. ഏതെങ്കിലും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ, ലൈക്ക് ബോംബെ, മദ്രാസ്, കൽക്കട്ട, ഡൽഹി, അവിടെയൊക്കെ ആവുമ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു വൃത്തിയും വെടിപ്പും ഉണ്ടാവും. കയ്യില് ചിക്കിലി ഉണ്ടെങ്കില് എല്ലാ കാര്യങ്ങളും ഈ ഉള്ളം കൈക്കകത്ത് വരും. നമുക്ക് മാത്രം സ്വന്തമായ നമ്മുടെ ജീവിതം എടുത്ത് നമുക്ക് തോന്നും പോലെ ദാ ഇങ്ങനെ തട്ടി 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 പൊക്കടാളിയനെ നക്ഷത്ര നഗരത്തിലെ സ്വപ്നവാണിപ്പക്കാർ എന്നെ നോക്കി വിളിക്കുന്നത് കേട്ടില്ലടാ. ജോർജൂട്ടി ബാമോനെ, ഞാനിതാ അങ്ങോട്ട് പോകുന്നടാ. ജോണിച്ചാണ് വണ്ടി അടിച്ചു. ആ റോഡ് അരികെ കൂടെ നടന്നു വരുമ്പോ ഒരു ലോറിയാ വന്നിടിച്ചത്. ഈ ആഴ്ചയിലെ ഷൈനായിട്ടുള്ള കെട്ട്. ആ മിന്നും പുടവയും വാങ്ങി പട്ടണത്തിൽ നിന്ന് വരുന്ന വഴിക്കാ. ആ മാത്തച്ഛൻ ജയിച്ചതായിരിക്കും ഉറപ്പാ. മഹാപാപി. എവിടെ നോക്കട്ടെ. പണം ഇല്ലാന്നല്ലേ ഉള്ളൂ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ ജോണിച്ചൻ. ആ ദുഷ്ടം മാത്തച്ഛൻ അങ്ങ് കെട്ടിച്ചു കൊടുത്താലെന്താ. പാവ ഷൈനി. ഇനി ജോണിച്ചൻ രക്ഷപ്പെടുവോ ആവോ, കണ്ടറിയണം. അല്ലെങ്കിൽ ഈ ഹാരിസ് പ്ലാമോഡിന്റെ കഥകളൊക്കെ എങ്ങനെയാ, അങ്ങനെ രസമായിട്ട് വരുമ്പോഴായിരിക്കും പെട്ടെന്നൊരു. ശരിയാ, കൂടില്ലക്കുരുവിലെ വിമൽകുമാറിന് ഓർമ്മയില്ലേ, വിമാനത്തിൽ നിന്ന് വീണ് കാലൊടിഞ്ഞത്. എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നേ, നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കാൻ. എന്തായാലും ഞാനൊരു കത്തെഴുതാൻ പോവാ. ആ ഞാൻ പോട്ടെ, നീ വായിച്ചിട്ട് കൊണ്ട് തന്നേച്ചാ മതി. അലിസേ, ആ ഇന്നലെ ചെറുക്കന്റെ വീട്ടിൽ നാളെ വരുന്നത്. എഞ്ചിനീയർ അല്ലേടി. നീ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഇതുപോലൊരു ചടങ്ങൊക്കെ നടക്കുമ്പോ ഇടവകയിലെ അക്ഷരയും കരപ്രമാണിമാരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തുക എന്നൊരു നാട്ടു നടപ്പൊക്കെ ഇല്ലയോ ഇട്ടിച്ചായ? എന്നാത്തിനാണെന്നേ, നമ്മുടെ കുടുംബകാര്യം നമ്മൾ തീരുമാനിക്കുന്നതൊക്കെ അങ്ങ് നടത്തുക എന്നല്ലാണ്ട് കരക്കാരുടെ അഭിപ്രായം ചോദിക്കുന്ന പതിവൊന്നും എനിക്കില്ല. ഞാൻ ഒരുത്തന്റെയും കാര്യം തലയിടാൻ പോകുന്നില്ല. അതുപോലെ ആരും ഇങ്ങോട്ട് പറയണ്ട. അതേതായാലും നന്നായി. കുടുംബത്തിൽ പുറത്തവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അതാ അതിന്റെ അന്തസ്സെന്ന് പറയുമായിരുന്നു. ഇവിടെ ഇട്ടിച്ചനും കുടുംബം അല്ലാതെ പിന്നെ നാട്ടുകാരെ കയറി താമസിപ്പിക്കുവോ? ഇവിടെ കെട്ടിച്ചയച്ച എന്റെ 2 പെങ്ങന്മാരുണ്ട്. അവരുടെ കെട്ടിയവന്മാര് കൃഷിപ്പണിയും തോട്ടപ്പണിയൊക്കെ ആയിട്ട് ആലപ്പുഴയിൽ ഇടുക്കിയിലൊക്കെയാ. നല്ല ഇണക്കവും ചേർച്ചയും ഉള്ള കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ദേ കണ്ടില്ലയോ? ഔസേപ്പച്ചന് പ്രധാനമായിട്ട് എന്നാ ബിസിനസ്സാ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ടയറിന്റെ ടയർ കമ്പനി. ഈ ഡൺലിപ്പ്, മോഴ്സി, ബോഫേഴ്സ് എന്നിങ്ങനെ. ഇവരൊക്കെ ബോംബെ പഴച്ചു പോണത് തന്നെ ഔസേപ്പേട്ട ഒരാളെ ടയറുമായിട്ട് കേരളത്തിൽ ഇരിക്കണോണ്ടല്ലേ. ഈ തോട്ടം എന്ന് പറയുമ്പോ വീഡിയോ ഷൂട്ടിംഗ് കാണുന്ന 4-3-7 റബ്ബറേ ഉള്ളോ അതോ? അല്ല, ഇതിലെ അങ്ങ് മേലോട്ട് കയറിയ ഒരു 10-100 ഏക്കറുണ്ട്. അതെന്റെ വകയാ. വയനാട്ടിലേതാണ്ട് കുറച്ച് ഭൂമിയുണ്ടല്ലേ? വയനാട്ടിലോ? അതെ. വയനാടെന്ന് പറഞ്ഞാൽ യഥാർത്ഥ വയനാടല്ല, തമിഴ്നാട് ബോർഡറാ, ഔറംഗാബാദ്. അവിടെ മുഴുവൻ കാപ്പിയാ. കാപ്പിക്കിപ്പോ നല്ല വില അല്ലയോ? പിന്നെ അല്ലയോ, തേയിലേക്കാൾ കൂടുതലാ. യുദ്ധം തുടങ്ങിയ പിന്നെ കാപ്പിക്കാ കേറിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ അച്ചപ്പം അസലായിരിക്കുന്നു. ഞാനുണ്ടാക്കിയതാ. ചെറുക്കന്റെ താഴെയുള്ള പെമ്പിള്ളാർക്ക് ആലോചനയൊന്നും ആയില്ലയോ? ഇവിടത്തെ കാര്യം പറഞ്ഞ പോലെ അത് വല്ലിടത്തു നിന്നൊക്കെയാ ഞാൻ ആലോചനകൾ കൊണ്ടുവന്നെ. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, IAS, IFS, PSP. ഔസേപ്പേട്ടനും ചേട്ടത്തേക്കും പിള്ളേരെ പിരിഞ്ഞിരിക്കാൻ മേല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. കെട്ടിപ്പിടിച്ചോണ്ടങ്ങ് ഇരിക്കുക. ജോർജ് കുട്ടിയുടെ ഫോട്ടോ ഒന്നും കൊണ്ടുവന്നില്ലയോ? എന്റെ കർത്താവേ, ഞാൻ അക്കാര്യം മരിച്ചതുപോലെ അങ്ങ് മറന്നു. അല്ല തന്നെ ഇനിയിപ്പോ ഫോട്ടോ എന്നാത്തിനാ? ജോർജ് കുട്ടിയെ തന്നെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അവര് തമ്മിലൊന്ന് കാണണ്ടായോ? പറഞ്ഞ പോലെ അതിനി എന്നാ? ഇടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വരാവേ. പുള്ളിക്കാരത്തി കൂടി വിളിക്കേ. ഏലമോ, മുമ്പുണ്ടായ ഒരു അനുഭവം ഓർമ്മയുണ്ടല്ലോ. ഇട്ടിച്ചന്റെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ ഇതിനിട്ടും കോല് വെക്കും. ഔസേപ്പേട്ടൻ പൂച്ചയെ പോലിരിക്കുന്ന കാര്യമാക്കണ്ട. പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇളകത്തില്ല, അനങ്ങാ പറയാ. അതുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നതിന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ എവിടെ വെച്ച് നടത്താനാ? അത് ആലോചിക്കേ. നമുക്ക് നമ്മുടെ ബിയാട്രീസിന്റെ കൂടെ വെച്ചായാലോ? ആ അത് ശരിയാ, എന്റെ വകയിലൊരു പെങ്ങളാ. എന്തായാലും ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞു. ആ ദിവസം ഞാൻ ജോർജ് കുട്ടിയെ കൊണ്ടുവരാം. ജോർജ് കുട്ടേ, ഇത് എന്തൊരു കഷ്ടവാ. തള്ള ചൊല്ലാവാവൽ തലയിഴുക്കനാൻ പാടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ 7ാം നരകത്തിലും തള്ളി ഇടൂല ജോർജ് കുട്ടിയെ. എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവർ അറിയില്ലെന്നാണ് ചാണ്ടിച്ചൻ വിശ്വസിക്കുന്നത്.
വിശ്വാസം രക്ഷിക്കും. സാധാരണ കല്യാണം പോലെ അല്ലത്. ഇതന്നെ ആണും പെണ്ണും തമ്മിലല്ലേ? നിനക്ക് പെണ്ണിനെ പോയിന്ന് കാണാവോ? നിന്നെയും കൂട്ടി ചെല്ലാവുന്നതിന് ഇട്ടിച്ചന് വാക്ക് കൊടുത്തിരിക്കുക. പെണ്ണിനെ പോയിന്ന് കാണുന്നതിന് വിരോധം ഉണ്ടോ? അധ്വാനിക്കേ സഹോദര, അധ്വാനിക്കേ. കൂലി മേടിക്കുന്നതല്ലേ? ആ, വേഗമാകട്ടെ. ഹലോ, വരണം. ഞാൻ കുഞ്ചറിയ. ചീരങ്കണ്ടത്ത് ഇട്ടിയച്ചെന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ അളിയനാ. ഈ പറ്റപ്പള്ളി ഔഷപ്പച്ചന്റെ വീട് എവിടെയാ? പിന്നെ നമ്മള് ആരാ? ഓ, അത് പറയാൻ മറന്നല്ലോ. ഞാൻ 2 ചുണ്ടൻ വള്ളത്തിന്റെ ക്യാപ്റ്റനാ. 3 വർഷമായിട്ട് അമരത്തിലാ. ഈ ഔഷപ്പച്ചന്റെ വീട് എവിടെയാ? അല്ല, പിന്നെ ഇവിടുന്ന് നേരെ പോയാൽ ജംഗ്ഷനാ. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോയ ഔസപ്പച്ചന്റെ വീടായി. ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് പോയാ. ഔസപ്പച്ചനെ കാണാനാണോ? എന്താ കാര്യം? ആലീസ്, ഒരു കല്യാണാലോചന. അവരുടെ ചുറ്റുപാടൊക്കെ ഒന്ന് അറിയണം. ചുറ്റുപാടൊക്കെ നല്ല ക്ലീനാ. വന്നാ ഞാൻ കാണിച്ചുതരാം. സാർ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. പുന്നമടക്കായലിൽ വള്ളം കളിക്ക് വന്നായിരുന്നു. വന്നിരുന്നു, കാണാനല്ല. പൊട്ടക്കുളം ചുണ്ടന്റെ അമരത്തിൽ ഞാനായിരുന്നു. വിരിഞ്ഞ മാറും കാണിച്ച് തലയിൽ ഒരു കെട്ടും കെട്ടിയുള്ള നിപ്പി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല, ആലപ്പുഴ വാർഡിലുള്ള ജനങ്ങൾ മുഴുവൻ ഓർമ്മിക്കുന്ന നിപ്പായിരുന്നു ആ നിപ്പ്. നമുക്ക് എവിടെങ്കിലും പോയി നിക്കാം, കഴിക്കാം. ഇവിടെ അടുത്ത് കിട്ടൂ? നല്ല സ്വയംഭം സാധനം കിട്ടും. കോഴിയുടെ പെട്ടി വറുത്ത് കിട്ടുമോ? കോഴിയുടെ പെട്ടിയല്ല, മരപ്പെട്ടി വറുത്ത വരെ കിട്ടും. ചേട്ടൻ കഴിക്കട്ടെ. അയ്യോ, ആലീസിന്റെ ചേട്ടൻ പേടിക്കുന്നു. നാളെ വള്ളംകളി ആട്ടോ വിട്ടോ. ചേട്ടൻ നാടകം കളിക്കുകയാണല്ലേ? ഞാൻ ട്രൂപ്പിലൊന്നും ഇല്ലായിരുന്നല്ലോ. ആ പട്ടി കഴിവേറി. കാശിന് ഗതിയില്ലാത്തൊരു ചെറ്റ പട്ടിയുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിച്ചെന്നെ വെട്ടിലാക്കാൻ നോക്കായിരുന്നല്ലേ? വെട്ടി അരിഞ്ഞ് നിന്നെ ഈ പറമ്പനകത്ത് കുഴിച്ചു മൂടും. പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു എഞ്ചിനീയറെ തന്നെ കൊണ്ടുവരണമെന്ന് ഇട്ടിച്ചായ എന്റെ ഇന്ന് ബ്രോക്കർ പണം വാങ്ങിച്ചിട്ട് നീ എന്നെ ചതിച്ചല്ലോ. അറിയില്ല നീ. വെട്ട് വെട്ട് കളിക്കടോ. ആണോ? മിലിറ്ററി അച്ചായനായിരുന്നോ? ഇതെന്നാ പോലീസ് ജീപ്പില്? പോലീസ് അല്ലടാ, പൗലോസ്. എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. പുതിയ എസ് ഐ വരുന്നെന്ന് കേട്ടു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനായിരിക്കും. ആസ്മാൻ കെ നീച്ചെ പോലീസ് കാ നാം സുനത്തോ. പേടിക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാ മോട്ട വിലകളൊക്കെ വേണല്ല. കളിക്കാം. ഈ പോസ്റ്റ് ഓഫീസ് ഇത് ചായക്കട. മനസ്സിലായില്ല. ഈ പോസ്റ്റ് ഓഫീസേ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന. ഓ, ഡാക്ടർ അല്ലേ? അത് മനസ്സിലായി. ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ചീരം കണ്ടത് വീട്ടിൽ നിന്ന് മാരി ചെയ്തിരിക്കുന്നത്. ഓ, മിസ്റ്റർ ജോർജ് കുട്ടി. എങ്ങനെ മനസ്സിലായി? അറിയാം, ബ്രോക്കർ ചാണ്ടി എന്റെ ഫ്രണ്ടാ. എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനിരിക്കായിരുന്നു. അല്ല, അതെ, അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല. അതിരിക്കട്ടെ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഒരു വിമുക്ത ഭടൻ. ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ്, ഹോട്ടൽ ജയ് ജവാൻ. അല്ല, പോസ്റ്റ് ഓഫീസ് ഒരു 2 കട അങ്ങോട്ട് കടന്ന് വലത്തോട് തിരിഞ്ഞാ മതി. ഓ. ഓക്കെ. പിന്നെ അത് കണ്ട പോസ്റ്റ് ഓഫീസ് ആണ് തോന്നൂല, പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ്. അല്ല, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പോസ്റ്റ് മാഷ് കൃഷ്ണൻ നായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ. അല്ല, ഒരു കാലി ചായ കുടിച്ച് വിശുദ്ധമായി സംസാരിക്കാൻ വിരോധമില്ലല്ലോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. നടന്നു. അന്തറായി വെൻ ഐ വാസ് ഇൻ ആർമി, ഞാനൊരു തീപ്പന്തമായിരുന്നു. ജോർജ് കുട്ടിക്കറിയോ? സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഭീകരന്മാരായിരിക്കും അല്ലേ? ആളുകളുടെ ജോലിയാണല്ലോ. ഭാസ്കര ഒരു ചൈനീ. ജയ് ജവാൻ, ജയ് കിസാൻ. കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ? കൃഷിക്കാരൻ. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇവൻ. അച്ചായോ വേണ്ട വേണ്ട. ഒരു തമാശ പറഞ്ഞല്ലേ? സോറി. ഇത് ജോർജ് കുട്ടി ഇട്ടിച്ചിന്റെ മരുമകൻ. ഇത് സുഗതൻ. കൊടുക്കണ കൈ. ഹലോ ഹലോ. വളരെ സന്തോഷം. വെറും സുഗതനല്ല, സുനന്ദ സുഗതൻ. സുനന്ദ തെരേസന്റെ സ്വന്തം നാടക കമ്പനിയാ. തനിക്ക് എത്ര വയസ്സായി? അതിപ്പോ ഈ അതല്ല, തനിക്ക് എത്ര വയസ്സായെന്നുള്ള എന്റെ പുതിയ നാടകത്തിന്റെ പേരാ. നിന്റെ അപ്പന്റെ 16ാം അടിയന്തരം. അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്.
തമാശ തമാശ. മോനെ നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. മോനെ കുവൈറ്റിലേക്ക് എണ്ണ കേട്ടല്ലേ കേട്ട. മാസ്റ്റർ तीन चार अच्छा साहब 12, 13. എന്താടാ ഇത്? ആദ്യം ഞാൻ കരുതിയ വല്ല വേലക്കാരനുമായിരിക്കും. കാലത്ത് കുറച്ച് പണിയുണ്ടായിരുന്നേ. എന്താ രണ്ടുപേരും കൂടി ഒരു മുന്നറിയിപ്പില്ലാതെ? ഇവളെ ഇറക്കിക്കൊണ്ട് വരാൻ ലൈസൻസ് ആയി. മാരേജ് ഫിക്സ് ചെയ്തു. കമ്മിങ് 21st. ആഹാ, താങ്ക് യു. വാ അപ്പച്ചാ, ഇതൊക്കെ ഫ്രണ്ട്സാ. നമസ്കാരം. എന്നാ പേര്? പ്രകാശ്. ഇതെന്റെ ഉഡ്ബി. അതിനാ? അതായത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. ഓഹോ, ഇവിടൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അതൊക്കെ പഴയ കാലമല്ലേ എങ്കിൽ. പഴയതായ തന്തയല്ലാതാകുവോ? അലിസ, പ്രകാശിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കക്ഷിയാ. കേറി ഇരുന്നാട്ടെ. ഇല്ല, ഇനി ഒരിക്കലാവാം. മാരേജിന് വരുമ്പോ ആലിസിനെ കൂടെ കൊണ്ടുവരണം. എന്നാ വരട്ടെ. ആ എടാ, വന്ന കാര്യം മറന്നു. നമ്മുടെ റിസൾട്ട് വന്നു. നീയാണ് കോളേജിലെ ടോപ്പ് സ്കോറർ. ആ, നമ്മുടെ മേനോ സാറാ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത്. താങ്ക് യു പ്രകാശ്, താങ്ക് യു. ശരി വട്ടെ. ഈശോയെ, ഒരു കാപ്പി പോലും കുടിക്കാതെ പോവാ. എടാ, എവിടെ നോക്കിയാണ് ചെയ്യുന്നത്? ജോലി ചെയ്യടാ. നിന്റെ അമ്മായിപ്പനാള് ശരിയല്ലല്ലോ. ഓക്കെ ആലീസ്. ആ അങ്കിളെ പോട്ടെ. ഓ ആട്ടെ, എവിടെ പോവുക? അപ്പോഴേ അവര് പൊയ്ക്കോളും. കടയിൽ ഈ ഷീറ്റ് കൊണ്ടുപോയി കിടന്ന് കാശ് മേടിക്കണ്ടതാ. പോട്ടെന്നേ. അപ്പച്ചന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. എന്നോട് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനത് അനുഭവിക്കേണ്ടവനാ. പക്ഷെ അത്രയും ദൂരത്ത് നിന്ന് എന്നെ കാണാൻ വന്നൊരു ഫ്രണ്ടിനോട്, അതും അവന്റെ കൂടെ പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും അവരെ കാണുമ്പോ ഞാൻ മാപ്പ് പറഞ്ഞോളാം, അപ്പച്ചന് വേണ്ടി. വരുന്നേ, വന്ന് ആഹാരം കഴിക്കേ. വാ, വരുന്നേ. അച്ചായോ, എന്തുവാടാ? നമ്മുടെ ജോർജ് കുട്ടിയെ പുതിയ SI പൊക്കി. എടാ പരനാറി, നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? എങ്ങനെ പ്രതീക്ഷിക്കാൻ, അതും ഈ വേഷത്തില്. കോളേജിൽ ഏറ്റവും വലിയ റൗഡിയായിരുന്ന നീ. ഏതായാലും നിനക്ക് പറ്റിയ പണി തന്നെ. ഇടിക്കൂടാ നീ? ഇടിക്കണ്ടെന്ന് കരുതിയാലും ചിലപ്പോ ഇടിച്ചു പോകും. അതിനുവേണ്ടി ചില പാർട്ടീസ് ഉണ്ട്. നീ എത്ര നാളെ ജോയിൻ ചെയ്തിട്ട്? ജോയിൻ ചെയ്തിട്ട് അധികാലമൊന്നും ആയില്ല. പക്ഷെ ഇതെന്റെ 9ാമത്തെ സ്റ്റേഷനാണ്. അതെന്താ അങ്ങനെ? നമ്മുടെ ക്യാരക്ടറിന് ചിലതൊന്നും ഒത്തുവരില്ല. എനിക്ക് ബോധിച്ച പോലെയൊക്കെ ഞാൻ ചെയ്യും. അപ്പൊ ട്രാൻസ്ഫർ അടിച്ച് കൈ തരുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിനക്കിവിടെ എന്താ പരിപാടി? പറയാം. ഈ പൗലോസ് എഴുതിയിരിക്കുന്നുണ്ടാ? ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുക? പൗലോസ്. വേറെ ഒന്നും തോന്നൂലേ? ഒറ്റ നോട്ടത്തിൽ. ഒറ്റ നോട്ടത്തിലില്ല, രണ്ടാമത്തെ നോട്ടത്തില് ചിലപ്പം പോലീസിന് തോന്നുന്നല്ലേ. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം, പറ്റിപ്പ് പാർട്ടിയല്ല. എന്നെ പിടിച്ച് കള്ളസത്യം ഇടരുത്. ഇത് കള്ളസത്യമല്ല സാറേ, സത്യമായിട്ട് സത്യവും സത്യം തന്നെയാണ്. എന്താണോ തന്റെ ഉദ്ദേശം? സാർ ഞാൻ പറയാം സാർ, ഇപ്പോഴത്തെ കാലല്ലേ, എപ്പോഴാണ് ബന്ദ് തുടങ്ങാന്നറിയില്ല. കഴിഞ്ഞ മാസം തന്നെ ടോട്ടൽ 29 ദിവസവും ബന്ധവും സ്ട്രൈക്കും ലാത്തി ചാർജും അടിപിടിയും തീവെപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള അവസരത്തില് ഈ പോലീസിന് തോന്നിക്കുന്ന ജീപ്പ് ആയിട്ട് വീട്ടിലെത്തി കെട്ടിയോളി മക്കളെ കാണാലോ എന്നുള്ള ഉദ്ദേശം. എപ്പോഴും ആ ഉദ്ദേശം നടക്കൂല. ചിലപ്പോ താൻ എത്തുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ സൗകര്യം ഇവിടെ അലമ്പൊന്നും ഉണ്ടാവില്ലല്ലോ. മതി മതി മതി, തമാശ അധികം വേണ്ട. വേണ്ട. വാ ഇരിക്കെ. തന്റെ അടുത്തൊരു ശുപാർശയായിട്ട് വന്നതാ. എന്താണ്? ഈ മിലിറ്ററി അച്ചായൻ. ഇയാൾ ആള് ഭയങ്കര ഫ്രോഡാണല്ലോടാ. പാവടാ, നിറക്കോട്ടത്. താൻ ആ വണ്ടിയുടെ പേര് മാറ്റേ, വല്ല ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്. ഓ, അല്ലാതെ ഞാൻ ആ വണ്ടി റോട്ടിൽ കാണരുത്. അതില് മേരെ ഗാഡി ഉൾട്ടാ കറക്കെ. നിർത്തോ. നിർത്തി സാർ, ഞാനിത് ഓൾട്ടറേഷൻ ചെയ്ത് സൈക്കിൾ അടിച്ചോ മറ്റൊരു വാഹനം ആക്കിക്കോളാം സാർ. മതി ചെല്ല്. പിന്നെ ഇന്നിനി വെയിറ്റ് ചെയ്യണ്ട, ഞാനൊരു 2 പാക്കറ്റ്. പോ ചായ. പോട്ടെ സാർ. പിന്നെ പറ.
ഇത് കണ്ടോ? കാലത്ത് 8:30 വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ. ഒരനക്കവും ഇല്ല. ഇപ്പൊ തന്നെ 2-3 ചായയും 2 കുറ്റി പുട്ടും കറി വേറെ. കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. ആരാ? ഈ ലൊക്കാലിറ്റിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പൊട്ടനാ. ഞാൻ പൗലോസ്, ഈ കടയുടെ ഓണറാ. എന്താ പേര്? എന്റെ പേര് ആമപ്പറമ്പിൽ ആൻഡോ. ഇവിടെ എന്താ? ഞാൻ ആ ചീരം കണ്ട തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ. എന്താണാവോ കാര്യം? വെറുതെ ചോദിച്ചതാ, പറയണ്ട. ഏയ് അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം ഒളവാക്കരുതെന്ന കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക. അത് ശരി. അതെ, ആ. എന്റെ അമ്മച്ചി ചീരം കണ്ടെത്തിയാ ആഹാ. കുട്ടിച്ചന്റെ ഊത്തത്. ആ. അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ. ഓ. ലവ് മാരേജ്. ആ, ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട്. അതെ. അപ്പച്ചൻ മരിച്ച ശേഷം അമ്മച്ചി വലിയ കഷ്ടത്തില. അമ്മച്ചി ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല. അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ. ആ. ദേ ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചു തന്നതാ. ആഹാ. ദേ ഇത് എന്തിനായി കത്തി? എല്ലാം കുട്ടപ്പന്റെ ഐഡിയ. മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാൽ ഇട്ടിച്ചൻ കുലുങ്ങലെന്നാ കുട്ടപ്പൻ പറയുന്നത്. ആ. എന്റെ വീതം ഇങ്ങ് തരുന്നു. അങ്ങനെ വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. ആ, പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. പോറേണ്ട വല്ല അവസരം വന്ന് ആയങ്ങ് പൂറിയേക്കണം. എന്റെ അമ്മച്ചിയുടെ അപ്പന്റെ സ്വത്തിന്റെ വീതം എന്റെ അമ്മച്ചിക്ക് കിട്ടാനുള്ളതല്ലേ? മര്യാദക്ക് അതിങ്ങ് തരണമെന്നാണ് ഞങ്ങൾ പറയണത്. ഓഹോ, അമ്മയുടെ വീതം മേടിക്കാൻ വന്നിരിക്കുക. അതെ, പിച്ചാത്തിയായിട്ടോ? പിച്ചാത്തി കുട്ടപ്പന്റെ കുട്ടപ്പൻ അഭ്യാസമൊക്കെ അറിയാം. മര്യാദക്ക് എന്റെ അമ്മച്ച വീതം തരാനാ പറഞ്ഞത്. റബ്ബർ വെട്ടാൻ നിന്നവനോട് ഒളിച്ചോടി പോയ നിന്റെ അമ്മയെ അന്നെന്റെ കൈ കിട്ടിയിരുന്ന കൊടുത്തു വിട്ടനെ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരുമ്പെട്ടോള്. ഇറങ്ങി പോടാ. പോയി നിന്റെ തണ്ടുണ്ടല്ലോ, അവനേക്ക് പറഞ്ഞു വിട്. കൊടുത്തു വിടാം. ചത്തു എന്റെ അപ്പനെ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞത് നീ എന്നാ ഇവിടെ ചേറ്റപ്പട്ടി കത്തി കാണാം. ഞാൻ പോകല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെന്നാ മതിയെന്ന കുട്ടപ്പൻ പറഞ്ഞത്. കുറ്റപ്പൻ ഇറങ്ങി വിടാ വലിയവനെ. താനെന്തിനാ പിടിക്കുന്നത്? കുട്ടപ്പനോട് പറഞ്ഞു കൊടുക്കേ. പോടാ പോടാ. നോക്കിക്കോ നോക്കിക്കോ, ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. എടി പട്ടി കൊറേ കാലായി നിന്നെ ഞാൻ നോട്ടോട്ട് വെച്ചിരിക്കുക. നിന്നെ എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോടാ. പോടാ പോടാ. പച്ചപ്പള്ളിയിലെ ജോർജ് കുട്ടിയുടെ മുമ്പിൽ നിൽക്കാൻ ഒരു പട്ടിയും പട്ടിയുടെ തന്തയും ജനിച്ചിട്ടില്ലടാ. കഴിവുള്ള മോനെ. ഓളായിന്റെ മോനെ. അയ്യോ, പട്ടി രണ്ടു കാലം നിൽക്കുന്നു. അയ്യോ പൈലി, ഞാൻ വിചാരിച്ചു പട്ടിയായിരിക്കും. എന്താ വേളം? നീ പോടാ. പട്ടി പോയില്ലേ ഇത്? പൈലി, നീ കള്ളനാ. ഞാനേ കള്ളന് കഞ്ഞി വെച്ചവനാ. നല്ല പൊടിയരി കഞ്ഞി ഉണ്ടാക്കി നിന്റെ അണ്ണാക്കിലോട്ട് ഞാൻ തള്ളി തരും കുട്ടാ. എന്തോ ജോർജ് കുട്ടിന്ന്? ആര്? നിന്റെ അപ്പം തൊട്ടിലി കിടത്തിയിട്ട പേര്. വിളിയടാ സാറേന്ന്. സാറേന്ന് വിളിയടാ. അതൊരു രസമുള്ള കാര്യമല്ലേ കൂട്ട? എന്നതാ മൂക്കറ്റ കുടിച്ചു വന്ന് പോക്കറ്റാ കാണിക്കുന്നേ? അയ്യോ അപ്പൊ സോറി, ഞാൻ കണ്ടില്ല ഷോ. എന്നോട് ക്ഷമിക്കണം. ഞാനൊരു മാനസിക പ്രയാസത്തിന്റെ പുറത്ത് അറിയാതെ ശകലം കഴിച്ചുപോയി. എന്നോട് ക്ഷമിക്കണം. ആരാ? എന്നെ വിട്. എന്നെ പിടിക്കണ്ട. പിടിക്കണ്ട. ആലീസേ, പിടിച്ചോണ്ട് പോയി. വെറുതെ എന്നെ കൈ ചെയ്തേക്കാതെ. ആലീസേ, ഞാനൊരു തെറ്റ് ചെയ്തു. ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചനോട് ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ തെറ്റുകാരനാ. എനിക്ക് നിന്റെ അപ്പനോട് മാപ്പി ചോദിക്കണം. അപ്പൊ സോറി. നീ പിടിച്ചോണ്ട് പോകാനല്ലേ പറഞ്ഞത്? എന്നെ വിട്. എനിക്കൊന്നുമില്ല. എന്നെ വിട്. എനിക്കൊന്നുമില്ല. എന്നതാ കാഴ്ച കാണാൻ നിൽക്കുന്നേ? ഞാൻ ഇത്തിരി ഫിറ്റാ. അതുകൊണ്ട് ഇപ്പൊ എന്നാ കുഴപ്പം? ഞാനേ ചീരം കണ്ടെത്തി വലിയ മുതലാളി ഇട്ടിയച്ചന്റെ മരുമോനാ. കുടിക്കുമ്പോ എനിക്ക് എന്നെ സ്റ്റാൻഡേർഡ് നോക്കണം. എന്നെ വിടും മോളെ, എനിക്കൊന്നുമില്ല. നേരെ നീ പിടിച്ചാ ഞാൻ വീഴും. വേണ്ട. അതെന്നാ കഴിക്കുന്നില്ലേ? കൊണ്ട എന്നെ മരുമോനെ കൊണ്ടറി. എന്നാൽ എങ്ങനെ തോന്നിയല്ലോ? ഇവിടെ ഇത്രയും നാളില്ലാത്ത ഈ സ്വഭാവം ഇപ്പൊ തുടങ്ങാൻ എന്നാ ഉണ്ട്? വാ, വന്ന് കിടക്ക്. ചിരിക്കുന്നു. പിന്നെ ചിരിക്കാതെ. എടി കെട്ടിയോളെ, നിന്നാണ് സത്യം. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല.
നിന്റെ അപ്പൻ സാക്ഷാൽ ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയല്ല മോളെ. ദേ നോക്കി താഴെ ഒച്ചയും ബഹളവും വല്ലതും ഉണ്ടോന്ന്. ദേ നിന്റെ അപ്പൻ പൂച്ചല് വരെ നിർത്തി. ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കൂടെ കാണുമെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കാം. പക്ഷെ എന്നെ ഈ നാട്ടിൽ കണ്ട അല്ലി ഓടിക്കുന്ന ഇട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതുകളാ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നിന്റെ ദേഹത്ത് ആരും തൊടുകയില്ല. പക്ഷെ ഒരു കാര്യം നീ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കണം. ഇനിയും തീരം കണ്ടത്ത് പോയി വീതം ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് പേടിയാ. അവിടെ പോകണ്ടെന്നാ കുട്ടപ്പനും പറഞ്ഞിരിക്കുന്നേ. ആര് പറഞ്ഞു നിന്നോട് അങ്ങോട്ട് പോണെന്ന്? നീ പറയുന്നിടത്ത് പുള്ളിക്കാരനെ വരുത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ആ. നിയമപ്രകാരം നിനക്കും അമ്മച്ചിക്കും കിട്ടാനുള്ള സ്വത്തുക്കള് നിയമം പറഞ്ഞതിനെ നമ്മൾ മേടിക്കുന്നു. നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെന്നേ. എന്താ ഈ കോടതിയിലൊക്കെ കയറാന്ന് പറഞ്ഞ ഞാനില്ല. എന്നെ ഇട്ടേക്ക്. കൈ നിറയെ കാശ് കിട്ടുമ്പോ നിനക്കെന്താ കക്കോ? എടാ നിനക്ക് കഴുത്തിലൊരു സ്വർണ്ണമാല, കൈ നിറയെ മോതിരം, സിൽക്കിന്റെ ജുബ്ബിട്ട് പുത്തൻ പുതിയ മാരുതി വണ്ടിയില് ഒരു അച്ചായത്തി പെണ്ണിനെയും കയറ്റി ഇവിടെയൊക്കെ വിലസരം നിനക്കാക്കുന്നില്ലേ? എനിക്കൊരു ലവ് ഉണ്ട്. ആ അതുണ്ടോ? പക്ഷെ ഇട്ടിച്ച ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട, വന്ന വഴിക്ക് പോടാ. ഞാൻ റെഡിയാ. അവസാനം വാക്ക് മാറി ഇടി നിനക്കായിരിക്കും. ഞാൻ ഏറ്റു. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കറക്റ്റ് കോച്ചിങ് തന്നാ മതി. ആ പൈലിയുടെ കാര്യം നോക്കിക്കോളും വേണം. അപ്പൊ ചേ എന്തോ? സമയങ്ങളെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. Ready, sir. ഞാൻ സല്യൂട്ട് ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാ മതി. അയ്യോ ഗ്ലാസ് പൊട്ടി പൊട്ടി. ഓ 10 റുപ്യന്റെ ചില്ലല്ലേ പോട്ടെ. ഇയാളെപ്പോ വന്നു ചോദിച്ചാ കേട്ടില്ലേ? ഞാനെപ്പോ വന്നാലും എനിക്കെന്താ ഈ ചായക്കട തന്റെ വകയൊന്നും അല്ലല്ലോ. ഇയാളെന്താ ഉടക്കുന്നേ? വന്നേ, ഇട്ടിച്ചും വിളിക്കുന്നു. വേണ്ട, അന്ന് തന്നോലെ തരാനല്ലേ. ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. വാടാ പന്നി. പോടാ പട്ടി. അച്ഛനെന്താ വിളിക്കുന്നേ? അച്ഛനാ എന്നെ കൊണ്ടുവന്നു. എന്നെ മർദ്ദിക്കാൻ കൊണ്ടുപോണേ. ഞാൻ ബലപ്രയോഗം നടത്തുന്നേ. എന്നെ മർദ്ദിക്കുന്നേ. അയ്യോ അയ്യോ. സാറേ, എന്താടാ? വെറുതെ ഇരുന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോവാ സാറേ. എന്താടാ ആളെ പൊക്കി കൊണ്ടുപോവാൻ? ഗുണ്ടായിസാ? ഇട്ടിച്ചൻ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ടാ. ആരാണ് നിന്റെ ഇട്ടിച്ചൻ? എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ. ഇവനോട് വന്ന് നിനക്കെന്താ? അങ്ങനെ ചോദിക്കും സാറേ. സാറേ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന്റെ അടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം ഫയലിൽ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടുപോടാന്ന്. ആണോടാ? സാറേ ഞാൻ പറഞ്ഞില്ല. എടാ ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ? പോടാ. വളരെ ഉപകാരം സാർ. ആ. സാർ വൈകുന്നേരം വീട്ടിൽ കാണൂ. എന്തിനാണ്? കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ. വാങ്ങിക്കില്ലേ? പോടാ. കാണാം. വേഗം പറയണം. മിസ്റ്റർ ഇട്ടിച്ചനല്ലേ? അതെ ഞാനാ. ആരാ? ഞങ്ങൾ ഇൻകം ടാക്സിന്നാണ്. നമ്മുടെ ജോലി എന്താണ്? ജോലി ഇതൊക്കെ തന്നെ. എന്ത് ബാർബർ ഷാപ്പോ? അല്ല, ഈ കൃഷി, എന്താ? റബ്ബർ കൃഷി. ആ അങ്ങനെ പറ. നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ടോ? ടാക്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനമൊന്നും ഇല്ല. ഈയിടെ നിങ്ങൾ 2 സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? ഉവ്വ്. റൊക്കം പണം കൊടുത്ത്. അതെ. അതിനുള്ള സോഴ്സ് എന്താണ്? ഏ? ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. മനസ്സിലായില്ല സാറേ. പോലീസ് പാർട്ടീസ് ഹിയർ. കം ഓൺ. സെർച്ച് ഇറ്റ് ഓൾ തിങ്സ് ഫാസ്റ്റ്. ബ്ലഡി നോൺസെൻസ് സ്റ്റുപ്പിഡ്. ഇല്ല നിങ്ങൾ എന്നാ കാണിക്കാൻ പോവാ? അതൊക്കെ കാണിച്ചു തരാം. നിങ്ങളുടെ അക്കൗണ്ട് ബുക്സ് എല്ലാം എടുത്തേ. സ്ത്രീകളടക്കം ആരും വെളിയെ പോകാൻ പാടില്ല. സ്റ്റോപ്പ് ദി കിച്ചൺ വർക്ക്സ്. മാറണം. Come on. Upstairs is here. Come on. നിങ്ങളുടെ ലെറ്റർ ഒക്കെ എവിടെ വെച്ചിട്ടുള്ളത്? കാണിച്ചു തരണം. വേഗം വരണം. പറയട്ടെ. എന്താ പ്രശ്നം? ഇൻകം ടാക്സ് സെർച്ച്. നിങ്ങളാരാ? ഓഹോ, ഇൻകം ടാക്സ് സെർച്ച് പറഞ്ഞ് വീട്ടിൽ കയറി എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന സെർച്ച് പറഞ്ഞുണ്ടോ? അതെ, ഈ പറഞ്ഞൊന്നുമില്ല ഇതിനകത്ത് വന്ന് കയറാൻ. തറവാട്ട് വകയാ? Shut up your bloody mouth. What bloody nonsense you are talking, man? എന്നാ അയാൾ പറയുന്നത്? I say, who are you? I am George Utti, son-in-law. കൊടുക്കണം. Come on. അയ്യോ വാറണ്ട് അടപ്പച്ച. അവരകത്ത് കയറ്റി ആ പ്രശ്നവും. താക്കോൽ എവിടെ? Who is the key? അയ്യോ താക്കോൽ എടുക്ക്. വേഗം. പോലീസ് വരുത്തിട്ട് ഒരു കാര്യമില്ല. താക്കോൽ കൊണ്ടുവാ. അതാ വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട.
അയ്യോ സാറേ, ഇത് കള്ളപ്പണമല്ല, അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ വി വാണ്ട് സോഴ്സ് ഓഫ് ഇൻകം. എന്നാ സാർ പ്ലീസ് കുഴപ്പത്തിലാക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരണം. എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. എങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. നിങ്ങൾ എന്തിനാ അവിടെ നോക്കിയിരിക്കുന്നത്? പോണം പോണം പോണം. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ആക്കണ്ട, 500 രൂപ കൊടുത്തേക്കാം. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് കൊടുത്തു വിട്ടേക്കാം. ഊണും കാപ്പിയും കഴിക്കാൻ ബന്ധു വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ. 500 രൂപ കൊടുത്താലേ മോന്തയ്ക്ക് വലിച്ചെറിയും. പിന്നെ എന്നാ വേണമെന്ന്? 1000 മതിയാവോ? 25,000 രൂപ എണ്ണി കൈ കൊടുത്തില്ലെങ്കിലേ ഇനിയുള്ള കാലം അഴിയേണ്ടി ഈറ്റയും പിടിച്ച് അകത്ത് സുഖമായിട്ട് കഴിയാം. എന്താ വേണമെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കുന്നത്. ഈ ജോർജ് കുട്ടി എവിടെ പോയി കിടക്കണാവോ? എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈറ്റാങ്കുളത്ത് അമ്പലത്തിൽ നാടകത്തിന് പോകണ്ടല്ലേ? സോറി. ഫസ്റ്റ് പാർട്ടി. എടാ നീ എവിടെയായിരുന്നു ഇതുവരെ? കാശ് പിടിച്ചോ. ഇനിയെങ്കിലും ആ പെണ്ണിന്റെ കല്യാണം നടക്കുമല്ലോ. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം സ്വന്തമാവുക. ശരി ശരി. അപ്പോഴേ താഴത്തമ്പലത്തിന് 8:30 മണിക്ക് നാടകമാ. പച്ചണി വേഗം താങ്ക് യു. വണ്ടി വിടാ, വണ്ടി വിടാ. നേരെ പോയി. ഞാനാണോടാ പൈലി നീ പറയുന്നത്? അതേ മുതലാളി, ഞാൻ പറയുന്നത് സത്യമാണ്. ജോർജ് കുട്ടിയുടെ തലേ അതിന്റെ പിന്നിൽ, അല്ലാതെ വേറെ ആർക്കും അത്ര ധൈര്യം വരില്ല. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. കെട്ടിയെടുക്കാൻ തുടങ്ങിയപ്പോ അന്നങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. കയ്യോ കാലോ തല്ലി ഒടിച്ച് പെരക്കകത്ത് കെട്ടിയിടുക വേണ്ടത്. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാത്തിനും കൂടി ചേർത്തും കൊടുത്തേക്കാം. ഇനി അതേ മാർഗമുള്ളൂ. വടിയും കൂടി മൂട്ടി. ഒരര മണിക്കൂറിനകം അവരിങ്ങെത്തും. ആര്? ഒന്നുകിൽ വിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കാം. എന്താ അതെ, കുറച്ച് കാശ് എന്നാൽ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കും. കാശ് തരാം. അല്ല, ഒരു ഒത്തീർപ്പല്ലേ നല്ലത്. നിന്നെ അതെ, പിന്നെ ഇത് ശരിയല്ല. അടി ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ സംസ്കാരത്തോടെ പെരുമാറണം. ഇതൊക്കെ എന്താ നടന്നു കേട്ടില്ലേ? അഹിംസയാണ് നല്ലത്. അവന്റെ വായിൽ നിന്ന് തന്നെ വരട്ടെ. പൈലി